ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. ഈ ചൂടിനും അതുപോലെ തന്നെ നല്ല ദഹനത്തിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഒരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത് ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാനൊന്ന് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയൊരു കുക്കുംബറാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചെറുതൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണമൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്കത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കുക്കുംബർ ഗുണം എല്ലാവർക്കും അറിയില്ല. കുക്കുംബർ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഗുണം ചെയ്യും കേട്ടോ. നമുക്ക് വെറുതെ ഇത് സലാഡാക്കിയിട്ട് കഴിക്കാം. അതുപോലെ കുക്കുംബർ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ആ രണ്ട് സൈഡും അറ്റങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞ് അതിന് ശേഷം ഇതുപോലെ നമ്മൾ സലാഡ് അരിയില്ല അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. റൗണ്ട് ഷേപ്പിൽ ഈ ഒരു സൈസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കുംബർ ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ കുക്കുംബറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണമൊക്കെ എടുക്കാം കേട്ടോ. ഇനി അതിന് ശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി വേണ്ടത് ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അധികം എരിവുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിനി വേണ്ടത് ഇഞ്ചി, ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിനി ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകമില്ല അതിട്ട് കൊടുക്കണം കേട്ടോ. ഇതിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് കുരുമുളകാണ് കേട്ടോ. കുരുമുളക് പൊടിയല്ല, കുരുമുളക് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പിടി മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കുന്നില്ല. ആ കുക്കുംബറിൻ്റെ അറിയുമ്പോൾ ആ വെള്ളം ഉണ്ടാവില്ല. അതിൽ തന്നെ എടുത്തിട്ട് തന്നെ ഇത് നമുക്ക് പേസ്റ്റായിട്ട് കിട്ടാം. അപ്പോൾ ഞാൻ ഒന്ന് അടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വിട്ടുപോയി അതിന് ശേഷം ജസ്റ്റ് അടിച്ചതിന് ശേഷം എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി 2 അല്ലിയ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്തതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ തരിയില്ലാതെ തന്നെ നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്ത് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. തൈര് എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അത് കട്ടകളില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. നമുക്ക് എങ്ങനെ സൗകര്യം പോലെ നന്നായിട്ട് കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മളിവിടെ അടിച്ച് വെച്ചിരിക്കുന്ന കുക്കുംബറിൻ്റെ കൂട്ടില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് വീട്ടിൽ കുക്കുംബർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ഓണാക്കാനോ പിടിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മൾ ചോറിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു കറി മാത്രം മതിയിട്ട് ഒരു പപ്പടം ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് എത്ര വേണേലും കഴിക്കാം കേട്ടോ. ഇത് ഒരു കർണാടക സ്റ്റൈൽ കറിയാണ്. അപ്പോൾ ഈസിയാണ് ഉണ്ടാക്കാനേന്. അപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് കുറച്ച് തിക്കായിട്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അരച്ച ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ആക്കരുത്. കാരണം ഈ കറി വെള്ള രൂപത്തിലല്ല, കുറച്ച് കുറുകിയ ടൈപ്പ് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ എന്താ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കുണ്ടായിരുന്നു. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് കടുകൊന്ന് വറുത്തിടണം. അതിന് പാൻ ഉണ്ടായതിനു ശേഷം നമ്മൾ വെളിച്ചെണ്ണ വറുത്തിടണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ ഉണക്കമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. 2 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ വറുത്തെടുത്തതിന് ശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ കുക്കുംബർ താമ്പിളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഈ കറി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.